ഇപ്പൊ സിംഗൂരിൽ ടാറ്റയുടെ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. നന്ദിഗ്രാമിൽ അവർ ചെയ്തത് പ്രത്യേക സ്പെഷ്യൽ എക്കണോമിക് സോൺ അതിന് ശ്രമിച്ചു. അപ്പൊ ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് വളരെ വിദഗ്ധമായിട്ട് മമതാ ബാനർജി മുതലാക്കി അവരൊരു തെരുവിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് CPM-നെതിരെ വളർന്നു വന്നത്. പക്ഷെ പിന്നീട് മമത ചെയ്തത് ഏറ്റവും വലിയ അഴിമതിക്കാരിയായിട്ട് മമത മാറുകയായിരുന്നു. മമതയുടെ ഭരണകാലത്താണ് പശ്ചിമ ബംഗാളിൽ ഏറ്റവും വലിയ അഴിമതിയുടെ കഥ നമുക്ക് പുറത്തു വരുന്നത്. നിരവധി അഴിമതി കഥകൾ, ശാരദ ഗ്രൂപ്പ് ചിട്ടി, അതൊക്കെ കോടികളുടെ തട്ടിപ്പാണ്. അതേപോലെ തന്നെ റോസ് വാലി ഫൈനാൻഷ്യൽ തട്ടിപ്പുകൾ നടന്നു. അതുപോലെ തന്നെ നാരദ ചിറ്റ് ഫണ്ട്, അങ്ങനെ വലിയ തട്ടിപ്പ് നടന്നു. കോൾ സ്കാം നടന്നു. അതുപോലെ തന്നെ കാറ്റിൽ സ്കാം നടന്നു. 2022 പശ്ചിമ ബംഗാൾ SSC സെലക്ഷൻ അഴിമതി നടന്നു. അങ്ങനെ നിരവധി അഴിമതികൾ. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന വയലന്റ് ആയിട്ടുള്ള ചില, ഉദാഹരണത്തിന് RG കാർ ആശുപത്രിയിലെ വിദ്യാർത്ഥിയെ, മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയെ മാനഭംഗം ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുത്തത് തൃണമൂൽ കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ്സുകാർ എല്ലാവിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുകയും പശ്ചിമ ബംഗാൾ സർക്കാർ അതിന് പിന്തുണ നൽകുകയും ചെയ്യും.